അതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതൊരു പലഹാരമാണ്. ഇത് കഴിച്ചില്ലെങ്കിലും ആൾക്കാര് വെറുതെ പറയുമ്പോ ഇത് സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് നീ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇതൊരു പലഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പോ കഴിച്ചില്ലേലും ആൾക്കാരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒട്ടുമുക്കാൽ പേരുടെ സംഭാഷണത്തിലും ഈ പലഹാരവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ വരാറുണ്ട്. ഈ പലഹാരമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ അത് വിട്. ഈ പലഹാരത്തിന്റെ ഒരു പേരുമായിട്ട് നമ്മുടെ പ്രശസ്ത നടൻ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ മമ്മൂക്കയുടെ പേര് ഈ പലഹാരവുമായിട്ട് ഉള്ള നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പുട്ടാണോ? പുട്ടാണ്. അല്ല, മറ്റേതെന്താ രണ്ടാമത് പറഞ്ഞു? ശരി, അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ഇതെന്താന്ന് പറഞ്ഞു ചേട്ടാ. കേരളത്തില് മിക്കവാറും ഇപ്പോ പലരും ഡിന്നറായിട്ട് കഴിക്കാറുള്ള ഒരു സാധനം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറില്ല. വീറ്റ് ഇത് അല്ലല്ല, നിക്ക് ഇതൊരു സംഭവം. ഇത് കഴിക്കുന്ന സാധനമല്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി പരത്തി അങ്ങനെ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കും. ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തിക്കോല്. യെസ്. ഓക്കെ, വിജയന്റെ ഫ്രണ്ടിൽ ഒരു സാധനം എടുത്തോ. ഇത് കഴിച്ചാൽ നാക്ക് ചൊറിയും. പിന്നെ അല്ലെങ്കിലും ചൊറിയും. ഇത് കഴിച്ചാൽ കൂടുതൽ ചൊറിയും. ചേനയാണോ? ഒരു സാധനം തരാം, കൈ നീട്ടിക്കാം. ജീവനില്ല? ഇല്ലല്ല, ജീവനില്ല. ഐ മീൻ കൊന്നതല്ലല്ലോ? അല്ലെന്ന്. വണ്ടി കയറി വണ്ടി. എനിക്ക് ആക്ച്വലി ആ ക്ലൂവിൽ നിന്ന് എന്താന്ന് മനസ്സിലായി. പിടിച്ചിട്ടൊന്നും മനസ്സിലായില്ല. വണ്ടി കയറി ചത്തത് അതാണോ ക്ലൂ? വണ്ടി കയറി ലോറിയൊക്കെ കയറി ചാവാ. ആണോ? അതാണോ? അതെ. ഇനിയുണ്ടോ? ഇതിനെ വാ തുറന്നിരിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുന്നത്. കോട്ട് കേട്ടപ്പോഴാ വണ്ടി അങ്ങനെ ചത്ത്. ഇനി വെച്ചാണ് ഫ്രണ്ടിലുണ്ട് സാധനം, പിടിച്ചോ. എനിക്ക് സാധനം മനസ്സിലായില്ല. എനിക്ക് നേരത്തെ വരുന്ന അവസ്ഥ. പക്ഷെ പറഞ്ഞു നോക്ക്, ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു നോക്ക്. ഇത് അറ്റത്ത് ഇങ്ങനെ എന്തോ പൂ പോലൊരു സംഭവം പോലെ നിൽക്കുന്നു. വെജിറ്റബിൾ ആണെന്ന് നേരത്തെ ഇവിടുന്ന് ഒരു ക്ലൂ വന്നു. ആണോ? അപ്പൊ വെജിറ്റബിൾ ആയിരിക്കും. സ്മെല്ല് ചെയ്ത് നോക്കിയോ? ഒരു മണവും ഇല്ലാത്ത